ദേവനാഥന് മാത്രം ഡയറക്ടർ, സെന്റ് ആഗ്നേഷ്യസ് പ്രയർ ഗ്രൂപ്പിന്റെ സെക്രട്ടറി സുനിത ആശിഷ്, ഈ പ്രയർ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുമേ, എന്നെ കുറിച്ച് എല്ലാവരും ഒരുപാട് പറഞ്ഞു. പലതും ഞാനിത് ചിന്തിക്കുമായിരുന്നു, ഞാൻ തന്നെയാണോ എന്നുള്ളത്. ചിലതൊക്കെ എൻ്റെ മണ്ടയിൽ കൂടെ പോയി, ചിലതെല്ലാം ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. 2022 ഒക്ടോബറിൽ ഞാനും എവിച്ചാനും പ്രീമിയറിൻ്റെ മീറ്റിംഗ്, ഒരു പ്രീമിയർ വിളിച്ച ഇന്ത്യൻ ഫെസ്റ്റ് ഓഫ് കൾച്ചർ ഒരു മീറ്റിങ്ങിൽ പോയ സമയത്താണ് ഞാനിത് എവിച്ചാനോട് പറഞ്ഞത്. കാരണം ഒരു മാസത്തോളം അന്ന് ജാക്സൺ കൂടെ ഉണ്ടായിരുന്നു, ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു, ഭയങ്കര വൈബ്. ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഓസ്ട്രേലിയൻ ലൈഫ് എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അച്ഛനുണ്ടായിരുന്നു, പള്ളിയിലൊക്കെ നോക്കിയ ഒരാള്, പിന്നീട് കൂതാശകൾ തിരക്ക്, വാവ തിരുമേനി, അങ്ങനെ ഭയങ്കര ഭയങ്കര സംഭവം. പുള്ളിക്കാരൻ പെട്ടെന്ന് പോയപ്പോൾ ഒരു ശൂന്യത ഞങ്ങൾക്ക് വന്നു. അച്ഛൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശില്പയുടെ ജോലി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വിശാനോട് പറഞ്ഞു, തിരിച്ച് ഇവര് ഡിസംബറിൽ മിക്കവാറും ഇവർ തിരിച്ചു പോകും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എനിക്കും എന്താ പെട്ടെന്ന് ഒരു പള്ളി ചെല്ലുമ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുന്നതാണ് അവിടുത്തെ സിറ്റുവേഷനായിട്ട്, പിള്ളേരുമായിട്ട്. കാരണം ചിലപ്പോൾ എനിക്ക് ചില കുറവുകളുണ്ട്, അതൊക്കെ കൊണ്ടായിരിക്കും, മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ വെച്ചിട്ടായിരിക്കും. ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണെന്ന് വിശാനോട് സംസാരിച്ചത്, ഭയങ്കര മൂഡ് ഔട്ടായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ 2023 ജനുവരി മുതൽ 2025 ജൂൺ വരെ എൻ്റെ ദൈവം എന്നെ നടത്തിയെന്ന് പറഞ്ഞാൽ, എൻ്റെ കുടുംബത്തെ എൻ്റെ ഇടവകയിൽ നടത്തിയെന്ന് പറഞ്ഞാൽ, അത് ഞാൻ ചിന്തിച്ചതിലും ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് ദൈവം തമ്പുരാൻ എന്നെ നടത്തി എന്നുള്ളതാണ്. അത് മറച്ചു വെക്കേണ്ടതായ ആവശ്യമില്ല. കാരണം അത്രയ്ക്കും അനുഗ്രഹം എൻ്റെ കുടുംബത്തിനാണെങ്കിലും, എന്നോട് ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കാണെങ്കിലും, എന്നോട് ഇടപെട്ടിട്ടുള്ളവർക്കാണെങ്കിലും അത്രമാത്രം അനുഗ്രഹത്തെ എനിക്കിവിടെ നിന്ന് രുചിച്ചറിയാനായിട്ട് ഇടയായി. എനിക്കിവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ പിരിച്ച കാശിൻ്റെ കഥ പറഞ്ഞു. ആദ്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് കാശ് പിരിച്ച കഥയേക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ എപ്പോഴും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഈ ഇതേപോലെ 3-4 പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടി. എനിക്കൊന്ന് ജോസ് തുടങ്ങി പരിശുദ്ധാത്മാവാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഈ ഒരുപാട് സാധനങ്ങളൊക്കെ കെട്ടിപ്പറ്റി പോകുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുന്ന് ലഭിച്ച അനുഗ്രഹം, അത് ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ്. ഇതെന്നും അങ്ങനെ തുടരാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് ആഗ്നേഷ്യസ് പ്രയർ ഗ്രൂപ്പ് നമ്മുടെ ഇടവകയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്ന പ്രയർ ഗ്രൂപ്പാണ് സെന്റ് ആഗ്നേഷ്യസ്. നമ്മുടെ ദേവാലയമായിട്ട് അടുത്ത് നിൽക്കുന്ന, അതായത് വീട് കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ധാരാളം കുടുംബങ്ങൾ സെന്റ് ആഗ്നേഷ്യസിലാണ് ഉള്ളത്. അപ്പോൾ ഏതൊരു നമസ്കാരം വെച്ചാലും, ഏതൊരു കാര്യങ്ങൾ വെച്ചാലും, മറ്റ് പ്രാർത്ഥനാ യോഗത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ സെന്റ് ആഗ്നേഷ്യസ് പ്രയർ ഗ്രൂപ്പും ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എന്നോടൊപ്പം സന്തത സഹചാരിയായിട്ടുള്ള ആളാണ് ജോജു. ഏതൊരു നോമ്പാണെങ്കിലും ഒറ്റ ഓർമ്മ പെടുത്തില്ല. അവൻ്റെ അച്ഛനമ്മയും കൊണ്ടുവന്നിട്ടാണ് അവ വന്ന കള്ളച്ചേരിയോട് കൂടെ വന്നിരുന്ന് എൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു, പ്രയർ പാർട്ട്ണറായിരുന്നു ജോജോ. അപ്പോൾ അങ്ങനെ
എല്ലാ കാര്യത്തിലും ഈ സെന്റ് ഇനീഷ്യസ് പ്രയർ മീറ്റിങ്ങിനെ സംബന്ധിച്ച് ചേച്ചി പറയും ഫുൾ കൺട്രോൾ തരുന്നു ചേച്ചി പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. കാരണം ഇതൊരു വേറൊരു വൈബാണ് ഈ ഒരു പ്രയർ മീറ്റിംഗ്. ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആദ്യം ഒരു പാട്ട്, പിന്നെ ബൈബിള് മുതിർന്നവർ വായിക്കുന്നു, പിന്നെ ഒരു പാട്ട് കുഞ്ഞുങ്ങൾ വായിക്കുന്നു, പിന്നെ അച്ഛൻ്റെ പ്രസംഗം, അതിനുശേഷം ബൈബിൾ കിസ്, ആദ്യം ഇംഗ്ലീഷിൽ പിന്നെ അത് മലയാളത്തിൽ, പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് തലേ ദിവസം നടത്തിയ പ്രസംഗം വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ. ഇതൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വീട്ടിൽ പോകുമ്പോൾ ഏകദേശം 7, 8, 9 മണിയൊക്കെ ആവുന്നുണ്ട്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് അതും വളരെ ഭംഗിയായിട്ട് പോയി. സത്യത്തിൽ ഈ ഒരു പാറ്റ് ഇപ്പോൾ ഇപ്സ്വിച്ചിലും അതുപോലെ തന്നെ ഗോൾഡ് കോസ്റ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബൈബിൾ ക്വിസും അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ പ്രസംഗിക്കാത്തതിൻ്റെ കാരണം ഇവിടെ ധാരാളം ആളുകളുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഈ കൂടുതൽ മലയാളം പറയുമ്പോൾ ഈ പിള്ളേർക്ക് ഇതൊന്നും മനസ്സിലാക്കും. അപ്പോൾ അത് ആ ഒരു തിരിച്ചറിവ്. കാരണം ഏകദേശം 10-40 പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊരു ദിവസം ഞാനൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് ഞാനത് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് ശില്പയോട് പറഞ്ഞു അതങ്ങ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പറഞ്ഞു. അന്ന് മുതലാണ് ഇത് മാറിയത്. അടുത്ത ആളുകളെ കണ്ടുപിടിച്ച് ഇത് പോയത്. കാരണം അവരെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഈ പ്രയർ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ചേച്ചി എല്ലാവരുടെയും വയലിൽ കൊണ്ട് ഇങ്ങനെ മയക്കി വെക്കുമ്പോൾ ഓരോ പിള്ളേരെ നിർബന്ധിച്ച് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അസ്വസ്ഥത കാണുമെങ്കിലും പക്ഷെ അത് കറക്റ്റാണ്. അത് ഫോളോ ചെയ്ത് അത് മുമ്പോട്ട് പോകണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായി പല പ്രയർ മീറ്റിങ്ങിലും ഇത് തന്നെ മുമ്പോട്ട് നടത്താൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇങ്ങനെ മുടങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും നോക്കിയാലും മിക്കവാറും ഈ ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് പ്രയർ മീറ്റിംഗ് കൂടുതൽ നടക്കാറുള്ളത്. എപ്പോഴും നല്ല നിറഞ്ഞ സദസ്സും നിറഞ്ഞ സാന്നിധ്യവുമാണ് എപ്പോഴും ഈ പ്രയർ മീറ്റിംഗ് കാണുന്നത്. ഇത് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയട്ടെ. എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ നൽകട്ടെ. എൻ്റെ ഫെയർവെൽ നടത്തുന്ന അവസാനത്തെ പ്രയർ മീറ്റിംഗാണ് സെന്റ് ഇനീഷ്യസ് പ്രയർ മീറ്റിംഗ്. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രയർ മീറ്റിംഗും അത് തന്നെയാണ്. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും ഈ സമയത്ത് നേരുകയാണ്. ഈ 3 വർഷം എന്നോടൊപ്പം കരുതുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ ദേവാലയങ്ങളും പ്രാധാന്യമുള്ളതാണ്. എല്ലാ പരിശുദ്ധ മക്കളായും അത് അതിപ്രാധാന്യമുള്ളതാണ്. എന്നാൽ വിട്ടുപോകുമ്പോൾ ചിലതൊക്കെ മിസ്സാവുന്നത് എനിക്ക് ഇവിടുത്തെ ആരാധന തന്നെയാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് മിസ്സാവും. പരിശുദ്ധ മക്ബഹ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. കാരണം എൻ്റെ കുടുംബത്തെ എൻ്റെ വലിയ സാക്ഷ്യത്തിന് ചേച്ചി പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സാക്ഷ്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ സാക്ഷ്യം തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. കാരണം ഡിസംബറിൽ തിരിച്ചു പോകാനിരുന്ന ഇവർക്ക് ഇത്രയും മനോഹരമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരിക്കലും ചെയ്യാൻ പറ്റാതിരുന്ന കോഴ്സുകൾ ശില്പയ്ക്ക് ഇവിടെ ചെയ്യാനും ഇപ്പോൾ പോകുമ്പോൾ അഭിമാനത്തോടെ പോകാൻ ഒരു പ്രൊഫഷണൽ PhD സ്റ്റുഡൻ്റായിട്ടാണ് ശില്പ ഇവിടുന്ന് പോകുന്നത്. അതൊക്കെ ദൈവം തമ്പുരാന്റെ കരുണയാണ്. ഈ കാർപ്പറ്റ് തുടച്ചത് കൊണ്ടൊക്കെ ഞാനത് അങ്ങനെയൊക്കെ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏത് സമയത്തും ഇവിടെ വന്ന് ഇരിക്കാനും എനിക്ക് പ്രാർത്ഥിക്കാനും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മിസ് ചെയ്യും. കാരണം ഞങ്ങൾ എവിടെ പോയാലും ഒത്തിരി രാത്രി 12 മണിക്കോ അതിന് ശേഷം വന്നാലും ഈ ദേവാലയത്തിൽ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്.
അത് ഞാൻ പറയുന്നത് നിങ്ങളും അത് ചെയ്യണം. കാരണം ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഇവിടെ വന്നിരുന്ന് അല്പസമയം വന്ന് ഇത് ചുമ്മാതെ ഇരുന്നാൽ മതി. നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചുമ്മാതെ ഇവിടെ ഇരുന്നിട്ടൊന്ന് തിരിച്ചു പോയി നോക്കിക്കേ. അത് വളരെ വളരെ എഫക്റ്റീവാണ്. ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. ചേച്ചിക്ക് അതൊക്കെ അറിയാൻ ധാരാളം. അതുപോലെ പലരും ഇവിടെ നോമ്പുകാലത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ വന്നിരുന്ന് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങളും ഒക്കെ നേടുന്നതാണ്. നമ്മുടെ ദേവാലയത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. അത് മറ്റാരും നമുക്ക് തരത്തില്ല. അത് നമ്മൾ തന്നെയാണ് അത് ചോദിച്ചു വാങ്ങേണ്ടത്. ദൈവം നമുക്ക് ധാരാളം തരും. ആ ചോദ്യം ശരിയായ രീതിയിൽ ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകട്ടെ. എനിക്ക് ഇത്രയും കുടുംബത്തിന് ഇത്രയും മനോഹരമായി ഈ ഒരു ഫെയറുകൾ ഒരുക്കിയ നിങ്ങൾ എല്ലാവരോടുള്ളതായ നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സുനന്ദ ചേച്ചി കഴിഞ്ഞ 3 വർഷമായി എന്നോടൊപ്പം ഈ ഫെയർ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു. വളരെ ഭംഗിയായി ഏറ്റവും കാര്യങ്ങൾ കൺവേ ചെയ്ത് പരസ്പരം ചോദിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ തക്കവണ്ണിടയായി. താങ്ക് യു ചേച്ചി. തന്ന സപ്പോർട്ടിന് എനിക്ക് പകരം ചെയ്തതായ എല്ലാ കാര്യത്തിനും ഒത്തിരി നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയർ മീറ്റിങ്ങിൻ്റെയും പ്രസംഗം അത് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ഫേസ്ബുക്ക് വഴിയും അത് കൃത്യമായിട്ട് ആശിച്ചാൻ അത് ചെയ്തിരുന്നു. അദ്ദേഹത്തോട് ആരോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ വന്നു ചേർന്ന എല്ലാവരെയും ദിവസത്തിൽ സമർപ്പിക്കുന്നു. ഈ സ്നേഹബന്ധം തുടർന്ന് മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ ഏത് സമയത്ത് പറയുമ്പോൾ അത് ഞാൻ പറയുന്നവരെ വാക്കുള്ളൂ. ഓക്കെ ചെയ്ത് ശരിയാവും, അല്ലെങ്കിൽ ഓക്കെ അത് ശരിയാവും. അത് ശരിയാവുക തന്നെ ചെയ്യും. അതിനെ പ്രാർത്ഥിക്കുക. ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും